അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്കറിയുന്നതുപോലെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ്. നാം എങ്ങനെയാണ് ഈ റഹ്മത്തിൻ്റെ പത്തായ ഒന്നാമത്തെ പത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മൾ ഈ ഒന്നാമത്തെ പത്തിൽ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുന്നത് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവെ നീ എനിക്ക് കരുണ ചെയ്യണമേ. കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ അള്ളാഹുവെ നീ എനിക്ക് കരുണ ചെയ്യണമേ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒന്നാമത്തെ പത്ത് നാം എങ്ങനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ അയൽവാസികൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മോട് കൂടെ ഒപ്പം ജീവിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ റഹ്മത്ത് ചെയ്യുക, അവർക്ക് കരുണ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്ത് രോഗികളായ ആളുകളുണ്ടാകാം, അതുപോലെ തന്നെ പ്രായം ചെന്ന് വൃദ്ധരായ ആളുകളുണ്ടാകാം, അതുപോലെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകാം. ഇവരോടൊക്കെ നമ്മൾ കരുണ ചെയ്യുക, റഹ്മത്ത് ചെയ്യുക. അത് സമ്പത്ത് കൊണ്ടാണെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടാണെങ്കിലും നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണ് ഈ പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ പത്തിൽ നാം ചെയ്യേണ്ടത്. നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് റഹ്മത്ത് ചെയ്യുക. ഇർഹമുക്കും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിലുള്ള അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ നമ്മളോട് ഒത്തു ജീവിക്കുന്ന ആളുകളോട് നമ്മൾ കരുണ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.